ആറാമൂഴിയില് പുഞ്ചനിലം 30 പറ. പിന്നെ ചിറ്റാറ്റുംകരയിലും തെക്കേക്കരയിലും വേറെ 15 പറ. പിന്നെ പൊതുവല് കുറച്ചുണ്ട്. ഒന്നുമില്ലാത്തവരാന്ന് പറയാൻ പറ്റുമോ? പക്ഷേ വീതം വെച്ചത് പഞ്ഞമായിരുന്നു എന്നൊരു തോന്നല്. അല്ലേ കുഞ്ഞാനാപ്പ എന്തുവാ നിലത്തിന്റെ കണക്കും പറ്റും പറയുന്നേ? ഇനി നിലം വല്ലം വാങ്ങാൻ പോവാണോ? നിലമോ? ഇനി എനിക്കെന്തോനാടോ നിലം? എനിക്കിനി ആകെ മൊത്തം കൂടെ 6 അടിക്ക് പോരായോടോ മണ്ണ്. അത് ശരി, വേദാന്തം തന്നെ അല്ലയോ? ഒരു കാലം കഴിഞ്ഞ പറയാൻ പിന്നെ തത്വമേ കാണത്തുള്ളെന്നാ. ഒടിപ്പണ്ണേ അല്ലേ, വലിയ സന്തോഷത്തിലാണല്ലോ. 15 പറ. ഒടിപ്പണ്ണിന് സന്തോഷമാണേ പിന്നെ കുറുപ്പമ്മാവന് വേണ്ട അല്ലയോ? ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. എന്താ വിശേഷങ്ങളൊക്കെ? എന്റെ രാജായ വരുന്നെന്ന് എഴുത്തു വന്നല്ലോ. ആണോ? അതാ ഒടിപ്പണ്ണിന് വലിയ സന്തോഷം. രാജായം കൊണ്ടുവരുന്നത് കുറുപ്പമ്മാവനും കൂടെ തരുവോ? കൊണ്ടുവരുന്നത് നോക്കട്ടെ, എന്നേച്ചും പറയാം. അങ്ങനെ വരട്ടെ, പൊടിക്ക് കൗശലമുണ്ട്. കുഞ്ഞാണേൽ എന്താ നോക്കിയാട്ടെ. കുഞ്ഞു പാമ്പിന് വിഷമില്ലയോ? അതുപോലെ തന്നെ പെണ്ണിന് 2 ശാപം. ഒന്ന്, അവസരം വരുമ്പോ കൗശലം കാണിക്കും. അതേപോലെ കൗശലത്തിന് വഴങ്ങുകയും ചെയ്യും. ഏതൻ തോട്ടത്തിൽ നിന്ന് തുടങ്ങിയതാ രണ്ടും. സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്ന പെണ്ണിന്റെ അടുത്തല്ലയോ പെണ്ണതിന് വഴങ്ങുകയും ചെയ്തു. അതുപോലെ സാത്താന്റെ ദുർബോധനയ്ക്ക് വഴങ്ങിയേച്ചും അവളല്ലയോ പുരുഷനെ കൊണ്ടുകൂടി പഴം തീറ്റിച്ചേ. അതാ കൗശലം. പെണ്ണിന്റെ കൗശലം പറയാത്തയാ നല്ലത്. പിന്നെയുണ്ട് കഥ. യാക്കൂബ് ലാബാന്റെ പെമ്മക്കളായ റാഹേലിനെയും ലേയും കൊണ്ട് ഓടിപ്പോന്നു. വഴിക്കു വെച്ച് ലാബാനും സഹോദരന്മാരും അവരെ പിടികൂടി. പിന്നെ ആ സംഗതി അറിയണ്ടേ, ലാബാന്റെ ദേവന്മാരുടെ വിഗ്രഹം റാഹേൽ മൂട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവൾ എന്തവാ ചെയ്യുന്നറിയാവോ? വിഗ്രഹം എടുത്ത് ഒട്ടകത്തിന്റെ പുറത്തു വെച്ചു. എന്നിട്ട് അതിന്മേ കയറിയിരുന്നു. ലാബാൻ വന്ന് ചോദിച്ചാറേ ഇവള് പറഞ്ഞ്, നിന്റെ മുമ്പാകെ എഴുന്നേൽക്കാൻ എനിക്ക് കഴിവില്ല, സ്ത്രീകൾക്കുള്ള മുറ എനിക്ക് വന്നിരിക്കുന്നു. അങ്ങനെ അവൾ അപ്പനെ കളിപ്പിച്ച് മടക്കി അയച്ചു. പിന്നല്ല, അങ്ങനെ അല്ലയോ വേണ്ടിയേ? പടച്ചുവിട്ട അപ്പനോട് തന്നെ വേണം കളിക്കാൻ ഇല്ലയോ? അത് തന്നെയോ? വേദപുസ്തകത്തിൽ പിന്നെയുണ്ട് പെണ്ണിന്റെ കൗശലത്തിന്റെ കഥ. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്ന മോവാബ്യരുടെയും അമ്മോന്യരുടെയും വംശപരമ്പര ആരംഭിക്കുന്ന കഥയുണ്ട്. സൊദോമിലും ഗൊമോറയിലും അധർമ്മം മുഴുത്തപ്പോ കർത്താവ് തീമഴയും ഗന്ധകവും വർഷിച്ചു. പക്ഷേ ലോത്തിനോടും അവന്റെ കുടുംബത്തോടും സ്വരക്ഷയ്ക്കായി തിരിഞ്ഞു നോക്കാതെ ഓടിക്കോളാൻ അവിടുന്ന് കൽപ്പിച്ചു. അപ്രകാരം അവർ ഓടി. പക്ഷേ ലോത്തിന്റെ പെമ്പിള തിരിഞ്ഞു നോക്കുകയാൽ ഉപ്പുതൂണായി പോയി. എന്നിട്ട് ലോത്തും പെമ്പിള്ളേരും സോബർ നഗരത്തിലേക്കും അവിടെ നിന്ന് പർവ്വതത്തിലേക്ക് ഓടിപ്പോയി. അവിടെ ഒരു ഗുഹയിൽ പാർക്കവേ ലോത്തിന്റെ പെൺമക്കൾ അവനിൽ നിന്ന് ഗർഭിണികളായി എന്നും മറ്റുമാണ് കഥ. അതങ്ങനെ കേക്കട്ടെ. ലോത്തും പെൺമക്കളും കൂടി ഗുഹയിൽ പാർക്കവേ മൂത്തവൾ ഇളയവളോട് പറഞ്ഞതെന്തെന്നാൽ, നമ്മുടെ അപ്പൻ വൃദ്ധനായിരിക്കുന്നു. ഭൂമിയിൽ എല്ലായിടവുമുള്ള നടപ്പ് പോലെ നമ്മുടെ അടുക്കൽ വരുവാൻ
ഭൂമിയിൽ ഒരു പുരുഷനുമില്ലെന്നറിയുക. അതിനാൽ അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് അവനോടുകൂടെ ശയിക്കുക. അങ്ങനെ മോവാബ്യരും അമ്മോന്യരും ഉണ്ടായത്. അല്ല അല്ല, പറഞ്ഞിട്ട് എന്തുവാ? പെണ്ണിന്റെ മനസ്സ് ഭയങ്കരവാ. അതിന്റെ ഉള്ളു കണ്ടവരില്ലെന്ന് പറയുന്നത് നേരാകും. ഞാനാപ്പിളെ നേരാ. വടക്കം പാട്ടിലെ ഒരു കഥയുണ്ട്. ഉണ്ണിയമ്മ പാലാട്ടുകോമനെ അവളുടെ മുറിക്കെട്ടിനുള്ളിലാ ഒളിപ്പിച്ചു വച്ചേന്ന്. 90-ാം വീട്ടിലെ ഉണ്ണിയമ്മയ്ക്ക് കുടിപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്നുള്ള കോമനിൽ അനുരാഗമുണ്ടായി പോലും. അവൾ കുളത്തിൽ കുളിക്കാൻ പോയപ്പോ അവിടെ കോമനും ചെന്നെന്ന് പറയുന്നു. അവളുടെ ആങ്ങളമാര് വന്നപ്പോ അവൾ അവനെ മുടിയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചെന്ന്. അത് താനെ കണ്ടവൾ ഉണ്ണിയമ്മ നെരിയ ശീലയെടുത്തു ചുറ്റി അരയോളം വെള്ളത്തിലിറങ്ങുന്നുണ്ട്. മുടിയങ്ങഴിച്ചിട്ട് നിന്നു പെണ്ണ് മുടിക്കാട്ടിൽ കോമനെ നിർത്തുന്നുണ്ട്. അല്ലേ, ഒത്ത കളരിയഭ്യാസി ഒരുത്തനെ മുടിയിലൊതുക്കണേ. അവളുടെ മുടി എന്തോ ആകും. ഞാനാപ്പിളെ കിടന്ന കട്ടില് നിറച്ചും കാണും അല്ലയോ? എന്തോ ആയാലും നല്ല ഭാവനയാ. എന്തവാ? അല്ല, നല്ല സങ്കല്പം അല്ലയോന്ന്. സങ്കല്പമോ? പിന്നെ അല്ലാതെ. ഒരു പെണ്ണൊരുമ്പെട്ട ഏവനെയും അവക്ക് എവിടെ വേണേലും ഒളിപ്പിക്കാം. അതനുഭവമാ. എന്നുവെച്ചാ? ഓ, എന്നുവെച്ചാ ശരിക്കുള്ള അനുഭവം തന്നെ ഒന്ന് കൂട്ടിക്കൂ. എന്നുവെച്ചാ 40-ാം വയസ്സിൽ കാണിച്ച പോഴത്തം ഇപ്പൊ ചാവുകാലത്ത് പറയുന്നത് എങ്ങനാണോ? അല്ലേ തന്നെ ഇവിടുന്ന് പറയാൻ പറ്റൂ? പെണ്ണപ്പുറത്തില്ലയോ? ഓ, ഇയാടെ ഒരു കാര്യം. എന്നാലും എന്തവാ? കഥയല്ല, മക്കള് പോലും അറിഞ്ഞ. മൂത്തവൻ മുഖത്തു നോക്കി പറഞ്ഞ് അപ്പൊ നല്ല മാനവാ മക്കൾക്ക് സമ്പാദിച്ചു തന്നേന്ന്. എന്നാലും ഒന്ന് പറ. ഒരു പാപം ചെയ്തിട്ടുണ്ട്. ദാവീദ് ചെയ്തതുപോലൊരു പാപം. ദാവീദ്? ആ, ദാവീദ് തന്നെ. കർത്താവിന് പ്രിയങ്കരനായ ദാവീദ് ചെയ്തു പോയ പാപം. സൈനികനായ ഊറിയായുടെ ഭാര്യ ബത്ശേബയിൽ ദാവീദിന് നോട്ടം ഉദിച്ച പോലെ. ഇതിപ്പോ വേറെ കാര്യമാണല്ലോ പറയുന്നത്. വേറെ കാര്യമല്ലടൂ, എല്ലാം ഒരു കാര്യം തന്നെ. ഇപ്പോഴും മനുഷ്യന്റെ പ്രശ്നമാ അത്. ബത്ശേബയിലുള്ള മോഹം കൊണ്ടാ ദാവീദ് കൊടുംചതി ചെയ്തത്. ഊറിയായെ ചതിച്ചു കൊന്ന്. ഏത് ഊറിയ, ഏത് ദാവീദ്? പെണ്ണേതാ അത് പറ. സുന്ദരിയായിരുന്നു. അന്തിക്ക് മട്ടുപ്പാവിൽ ഉലാത്തുമ്പോഴാ കണ്ടത്. മുടിയടിച്ചിട്ട് കുളിക്കുന്നു. ഇത് വല്ലാത്ത തൊന്തരമാണല്ലോ. ഏത് പെണ്ണ്? ഏലിയാമിന്റെ മകളും ഹിത്യനായ ഊറിയായുടെ ഭാര്യയുമായ ബത്ശേബ. പോക്കുവെയിൽ തട്ടിത്തിളങ്ങുന്ന പഴുത്ത മുന്തിരിപ്പഴം പോലുള്ള പെണ്ണ്. ഋതുസ്നാനം കഴിഞ്ഞ് അവളെ പ്രാപിച്ച് പാപം ചെയ്തു. എന്നിട്ടും തീർന്നില്ല. ഊറിയായെ ഇല്ലാതാക്കി.
കർത്താവിനെതിരെ തിന്മ പ്രവർത്തിച്ച ദാവീദിനെ കാണാൻ നഥാൻ പ്രവാചകനെത്തി. തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷേ തെറ്റ് തന്നെയായിരുന്നു. നഥാൻ പ്രവചിച്ചു, എന്നെ നിരസിച്ച് ഗിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്നും വാളൊഴിയുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഭവനത്തിൽ ഞാൻ നിനക്കുപദ്രവമുണ്ടാക്കും. നിന്റെ കൺമുന്നിൽ വെച്ച് നിന്റെ ഭാര്യമാരെ അന്യനു കൊടുക്കും. പട്ടാപ്പകൽ അവൻ അവരോടുകൂടി ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു. ഞാനിത് പട്ടാപ്പകൽ ഇസ്രായേലിന്റെ മുന്നിൽ വെച്ച് ചെയ്യിക്കും. അപ്പാ എന്താ വാടാ? ഇനി അടുത്തോട്ട് വാ. ആ ഞാൻ അപ്പനോടൊരു കാര്യം പറയാൻ വന്നതാ. ആ എന്നാ പറ. അപ്പനോട് മാത്രം പറയാനുള്ളതാ. ഞാൻ പോകുന്നു കുഞ്ഞാനാപ്പിളെ. അതെ, നാളത്തൂടെ മരുന്നുള്ളു. നാളെ വരണം ഇയാള്. ആവട്ടെ, കാശ് വേണ്ടായോ? നാളെ വന്നേച്ചും മതിയേ. അപ്പൻ എവിടുന്നേലും കറുപ്പ് വാങ്ങി തരാനേ മക്കളും കൊച്ചുമക്കളും ഒന്നും ഇല്ലാത്തതിനെ കൊണ്ടാന്നോ കൂലിക്ക് ഈ ഒരുത്തനെ വെച്ചേക്കുന്നത്? അതും പോക്കണം കേട്ടെ ഇവനെ. കുറുപ്പച്ചൻ പോയി കാട്ടെ, നാളെ കാണാം നമുക്ക്. ആ നാളെ കാണുന്ന കാര്യമാ പറയുന്നേ. അപ്പൻ എന്തവാ വേണ്ടെന്ന് വെച്ചാ ഞാൻ മേടിച്ചോണ്ട് തരാം. എന്താ കുഞ്ഞേർക്ക മാപ്പിളെ, ഞാൻ എൻ്റെ അപ്പന് ഇതിൽ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നതും അപ്പനോട് ഇതിൽ സംസാരിക്കുന്നതും വലിയ മാനക്കേടാണോ? ആന്നു, മാനക്കേട് തന്നെ. ഒന്നാമത് തന്നെ വീട്ടിൽ കയറാൻ കൊള്ളാത്തവനാ. ചെല്ലുന്നിടത്ത് സംബന്ധമുള്ളവനല്ലയോ താൻ. പിന്നെ തൻ്റെ ഒരു സംബന്ധക്കാരുടെ ശേഖരക്കാരി ഞങ്ങളുടെ ജന്മശത്രുക്കളാ. അവന്മാർ നേരെ വന്നു. തൻ്റെ 4 അളിയന്മാരെ ഞങ്ങൾ തട്ടി. പിന്നെ കുറെ എണ്ണം കുരച്ചും വിളിച്ചും ചത്ത്. ഞങ്ങൾക്ക് കൈനഷ്ടം ഒരാളെ വന്നുള്ളൂ. ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടില്ലോടാ പറഞ്ഞത്? ഉണ്ടാണ്ടിരുന്നാണ്. അപ്പോ പോട്ടോടോ കുഞ്ഞേർക്ക മാപ്പിളെ, താൻ പഠിച്ച പള്ളിക്കൂടത്തിലല്ല ഞാൻ പഠിച്ചത്. അതുകൊണ്ട് താൻ പറയുന്ന ഭാഷ പറയാൻ അറിയാൻ വയ്യ എന്ന് കൂട്ടിക്കോ. പിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണോ അല്ലയോ എന്ന് പറയേണ്ടത് ഇവിടെ ഉള്ളവരാ. ഇവിടെ നിന്ന് ആരേലും പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ കാല് കിട്ടുകയില്ല. അല്ലേ വരും, ഇനിയും വരും. തനിക്ക് കാണാം. വിളച്ചിൽ വേണ്ട. കാണുന്നിടത്ത് കയറി പെണ്ണുങ്ങളെ പഠിപ്പിക്കുന്ന പതിവില്ലയോ? അതിവിടെ വേവത്തില്ല. അതിവിടെ ആയതുകൊണ്ട് ഒന്നും പറയാനും വയ്യ. ആ തന്നെ വഴിക്ക് വെച്ച് കാണാം. എവിടെ വെച്ച് എവിടെയും കാണാം. താൻ വാ. ആ അപ്പൻ എന്നെ ചീത്ത പറഞ്ഞു. അതിലെനിക്ക് മാനക്കേടൊന്നുമില്ല. എന്നാലും ഉള്ളതായ കണ്ട ഞാൻ ആരോടും പറയും. ആ കുഞ്ഞ് തീരാമോ? അച്ചായം കുടിക്കാൻ ഇച്ചിരി വെള്ളം കാട്ടെ. ഒരു കാര്യം ആലോചിക്കാനെ കൊണ്ട് വന്നതായിരുന്നു. ഇറങ്ങിപ്പോടാന്നല്ലയോ അപ്പൻ പറഞ്ഞത്. നേരെ പറഞ്ഞ് അപ്പൻ്റെ വീട്, അവിടെ എനിക്കെന്താ കാര്യം അല്ലയോ? എന്നാലും ഞാൻ കൂടി കഷ്ടപ്പെട്ട ഈ മുതലുണ്ടാക്കിയ അപ്പൻ അക്കാര്യം മറന്നുപോയി.
എല്ലാ മക്കളും കൊള്ളാം. ഞാനിങ്ങനെ തള്ളപ്പെട്ടവനായി പോയല്ലോ കർത്താവേ. അച്ചായൻ പോകുക, ആട്ടി ഇറക്കിയായിരിക്കോ? അപ്പച്ച, ഉം. ഞാനൊരു കാര്യം പറയട്ടെ. എന്താവാ? ആ കുറുപ്പച്ചനെ കൊണ്ട് ഇനിയും കറുപ്പ് വാങ്ങിപ്പിക്കണ്ട. അയാൾ ഇവിടെ വരികയും വേണ്ട. അയാള് വരുന്നത് നിനക്കും ഇഷ്ടമല്ലയോ? അപ്പച്ചന്റെ അടുത്ത് വന്നിരുന്ന് വർത്താനം പറയുന്നു. അതിന് എനിക്കെന്തവാ ഇഷ്ടക്കേട്? എന്നാൽ അയാൾ ഇവിടെ വരും. എന്റെ ചാവ് ദിവസം വരെയും വരും. പട്ടി കുരച്ചാ പടി തുറക്കൂടി. അത് പിന്നെ അപ്പച്ചന്റെ ഇഷ്ടം. ഞാനെന്ത് പറയാനാ?